ടു പുട്ടും തള്ളും യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ നിൽക്കുന്ന മെൽബണിലുള്ള ടാപ്പ് പിന്നു ഷ്രൈൻ പിൽഗ്രിം സെൻറ്ററിലാണ്. ഇവിടെ എല്ലാം ഓൾ നേഷൻസിലുള്ള ഷ്രൈനുകളുണ്ട്. ഇവിടെ വന്ന എല്ലാം രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കും. ഇവിടെ മെൽബണിലുള്ള വിവിധ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് കുരിശിൻ്റെ വഴി നടത്താൻ ഈ മലയിൽ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ചാപ്പൽ ഓഫ് മേഴ്സി ആൻഡ് ആഡറേഷനിലാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാം. പള്ളിയുടെ ഉള്ളിൽ വളരെ മനോഹരമായ ഒരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. ചാപ്പലിൽ കയറുമ്പോൾ ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് ആക്സസ് ഞങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം അവിടെ ലോക്കൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ അകത്തേക്ക് ഈ പള്ളിയിൽ നടന്നിരിക്കുന്ന മിറക്കിൾസും അതിൻ്റെ ടെസ്റ്റിമോണീസും സർട്ടിഫൈഡ് പ്രൂഫിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്ത്. പിന്നെ അതിൻ്റെ ഒരു സൈഡിലേക്ക് കുറേ രാജ്യങ്ങളുടെയൊക്കെ ഫ്ലാഗ്സ് അവർ കാണാൻ വെച്ചിട്ടുണ്ട്. ചാപ്പലിൻ്റെ ബാക്കിലായിട്ട് അവരൊരു വെൽക്കം സൈൻ പോലെയും വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ചാപ്പൽ ഓഫ് മേഴ്സിയിലാണ്. നമുക്ക് അകത്ത് പോയി നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ചാപ്പൽ ഓഫ് മേഴ്സി. ഇതാണ് ഇവിടുത്തെ നിത്യ ആരാധന മണ്ഡപം. ഇത് 8 മണി വരെ ഓപ്പണാണ്. കുർബാനയൊക്കെ ഇവിടെ നടത്താറുണ്ട്. പിന്നെ ഇത് പ്രൈവറ്റായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട് 8 മണി വരെ. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ പിൽഗ്രിം സെൻറ്ററിൻ്റെ സ്റ്റോറ്. ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വിശുദ്ധ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഈ സ്റ്റോറിൽ വന്നാൽ അത് അവൈലബിൾ ആയിരിക്കും. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്തപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. Tap Inu Shrine is also known as All Nations Pilgrim Centre. ഇപ്പോൾ നമ്മൾ വിവിധ രാജ്യങ്ങളുടെ ചാപ്പലുകളുടെ മുമ്പിൽ കൂടെയാണ് പോകുന്നത്. പല രാജ്യക്കാർ മാതാവിൻ്റെ നാമത്തിൽ പണിഞ്ഞു വച്ചിരിക്കുന്ന ചാപ്പലുകളാണ് നിങ്ങൾ കാണുന്നത്. ശ്രീലങ്കൻ കമ്മ്യൂണിറ്റി, പിന്നെ ഇറ്റാലിയൻ, പോർച്ചുഗീസ്, ഇന്ത്യൻ, അങ്ങനത്തെ പല കമ്മ്യൂണിറ്റികൾ ഇവിടെ പണിഞ്ഞിട്ടുണ്ട്. ഓൾ നേഷൻസ് പിൽഗ്രിമേജ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഇന്ത്യയിൽ നിന്ന് ഏത് സ്റ്റാച്യുവിനെയാണ് വെച്ചേക്കുന്നതെന്ന്. ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ വേളാങ്കണ്ണി മാതാവിനെയാണ് വെച്ചേക്കുന്നത്. മാതാവ് ഹാസ് എക്സിസ്റ്റഡ് സിൻസ് ദ mid-16th century and is attributed to 3 separate miracles. 3 വേറെ മിറക്കിൾസ് ആണ് നമ്മുടെ സ്വന്തം വേളാങ്കണ്ണി മാതാവ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. The apparition of the Madonna and Child to a slumbering shepherd boy, a crippled boy's healing, and rescue of Portuguese sailors. വളരെ പ്രത്യേകതയുള്ള ഒരു ചാപ്പൽ കാണിച്ചു തരാം. മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് പേട്രണസ് ഓഫ് ഓസ്ട്രേലിയയുടെ ചാപ്പലാണിത്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടുത്തെ ഓസ്ട്രേലിയൻസ് ഈ ചാപ്പൽ വളരെ നല്ലതായി സൂക്ഷിക്കുന്നുണ്ട്. അവരെല്ലാം ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം വളരെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഈ പിൽഗ്രിമേജിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത്.
പറ്റുന്ന വ്യൂ. മാർഷലിന്റെ തന്നെ ഒരു ലാൻഡ് മാർക്കാണ് ഈ കുരിശ്. മാർഷൽ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു കുരിശിന്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റോഡിൽ നിന്ന് കാണുമ്പോൾ ഇത് വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇൻ റിയാലിറ്റി ഇത് വളരെ വലിയ ഒരു കുരിശാണ്. നമുക്ക് വളരെ മനോഹരമായ സൺസെറ്റ് കാണാൻ കഴിയുന്നതാണ്. ഇത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് കാം ഏരിയ ആണ്. വളരെ ഡിവൈൻ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കാം ചെയ്യാനും എല്ലാം ആസ്വദിക്കാനും പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. Don't forget to like, share and subscribe to Puttum Tallum.